കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെയും അതേമായി അവർക്ക് ഇഷ്ടമല്ലാത്ത പലരെയും പരാജയപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയ രംഗപ്രവേശം ചെയ്തുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് പരാജയം നടന്നപ്പോഴും രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയമുണ്ടാവുകയും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ മാത്രമേ അവർ മുന്നോട്ട് വന്നിട്ടുള്ളൂ. ഇടതുപക്ഷം നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണക്കുക, അതല്ലാതെ സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് ആദ്യമായി കൊണ്ടാണ്. അതിന് പല കാരണങ്ങളുണ്ട്, ഞങ്ങളത് വിശദീകരിക്കുന്നില്ല. വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം തരാമെന്ന് മോഹന വാഗ്ദാനം ചെയ്ത് അവസാനം അത് കൊടുക്കില്ലെന്ന് കണ്ടപ്പോൾ അവർ തമ്മിൽ നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനിയിൽ കാന്തപുരത്തിന്റെ പ്രതിനിധി ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നത്. ആ സ്ഥാനാർത്ഥി രംഗത്ത് വരുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരുടേതാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം എന്ന് വ്യക്തമാവുന്നതിന് വേണ്ടി അനുഗ്രഹം വാങ്ങേണ്ട സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടൊക്കെ അദ്ദേഹം അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പൊന്നാനിയിൽ കാന്തപുരത്തിൻ്റെ പ്രതിനിധിയായി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി മത്സരിക്കുന്നത്. സമസ്ത ജമിയത്തുൽ ഉലമ രണ്ട് കാരണങ്ങളെ കൊണ്ട് തന്നെ നോക്കിക്കാണുകയാണ്. തന്നെയുമല്ല, ഇന്ന് വരെ പറയാത്ത ചില വർത്തമാനം മലപ്പുറം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ടി.കെ. ഹംസ പറഞ്ഞു, ഞാൻ AP സുന്നിയാണ്. ഇന്ന സുന്നി എന്നതിനേക്കാൾ പുറത്ത് AP സുന്നിയാണ് എന്ന് പോലും വ്യക്തമാക്കി കാന്തപുരത്തിന്റെ പ്രതിനിധിയാണ് എന്ന് അഭിമാനപൂർവ്വം രംഗത്ത് വന്നുകൊണ്ട് മത്സരരംഗത്ത് അഭിമുഖീകരിക്കാനായിരുന്നു ടി.കെ. ഹംസയും ശ്രമിച്ചത്. ഫലത്തിൽ കാന്തപുരത്തിന് 2 സ്ഥാനാർത്ഥി. ഒന്ന് ടി.കെ. ഹംസ കമ്മ്യൂണിസത്തിന്റെ അകവും പുറവും ഉള്ള ഒരാൾ, അയാൾ രംഗത്ത് വന്നുകൊണ്ട് ഞാൻ AP സുന്നിയാണെന്ന് പറഞ്ഞു. മറ്റൊരാൾ മുമ്പേ തന്നെ കാന്തപുരത്തിന്റെ ആശയത്തിൽ കുടച്ചെടുക്കപ്പെട്ട ഒരു പ്രതിനിധി. 2 സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ്. ആ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സമയത്ത് അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാന്തപുരത്തിന്റെ പത്രങ്ങൾ മുഴുവനും എഴുതി. അവരുടെ വാരോലകളും അവരുടെ മാസികകളും വാരികകളും ദിനപത്രങ്ങളും 2 സ്ഥാനാർത്ഥിയും കാന്തപുരത്തിൻ്റെതായിക്കൊണ്ട് സമർപ്പിച്ചു. അതൊന്നും പോരാഞ്ഞിട്ട് 3 പ്രാവശ്യം മുഖപത്രം എന്ന പേരിൽ കാന്തപുരത്തിന്റെ വിഭാഗം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് പ്രചണ്ഡമായ പ്രചരണം നടത്തി. ഞാനത് ഓരോന്നെടുത്തുകൊണ്ട് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. കാന്തപുരം വിഭാഗത്തിന്റെ പ്രചരണമായിരുന്നു. മുഖപത്രം എന്ന് പറഞ്ഞ് അവരുടെ ആശയങ്ങൾ തുന്നിച്ചേർത്തുകൊണ്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ വീടുകളിലും അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ മുഖപത്രത്തിൽ അവർ പറഞ്ഞു, വോട്ടെടുപ്പിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംഘടനാ നേതാക്കളുമായി ബന്ധപ്പെടുത്തി എതിരാളികൾ പലവിധ കുപ്രചനകളും അടിച്ചുവിടുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. സുന്നികൾ ആ കാര്യത്തിൽ വഞ്ചിതരാവരുത്. നമ്മുടെ പ്രവർത്തകന്മാരെ കത്തിക്കൊണ്ട് കുത്തിയ മുസ്ലിം ലീഗിനെ തെരഞ്ഞെടുപ്പിൽ കൈകൊണ്ട് കുത്തി പരാജയപ്പെടുത്തണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന ഈ പത്രത്തിൽ കൊടുക്കുന്നു. വോട്ട് നമ്മൾ ചെയ്യേണ്ടത് ആർക്കാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സാധാരണയിൽ സുന്നികൾ സഹായിക്കുന്നവരാരാണെന്നും പറയേണ്ട കാര്യമില്ല. സുന്നികളെ സഹായിക്കുന്നവരെ നാം സഹായിക്കും. അത് പ്രവർത്തകന്മാർക്കറിയാം ആരാണെന്ന്, ആരാണ് നമ്മെ വെറുപ്പിച്ചത് എന്നും. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഖൗമിയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണത്തിൽ അഭ്യർത്ഥിച്ചു. അത് തുടങ്ങി ഈ വാറോല മുഴുവനും കാന്തപുരത്തിന്റെ വിഭാഗം ഇറക്കിയ ഈ പത്രത്തിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിക്ക് സീലിംഗ് ഫാൻ അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്ന പരസ്യത്തോടു കൂടിയാണ് പ്രസിദ്ധീകരിച്ചത്. അതേ പത്രത്തിൽ തന്നെ സാമ്രാജ്യത്തിന് പടപൊരുതാൻ എന്ന് പറഞ്ഞുകൊണ്ട് ടി.കെ. ഹംസയുടെ അരിവാൾ ചുറ്റികം ചിഹ്നം കൊടുത്തുകൊണ്ടും പ്രസിദ്ധീകരിച്ചു. ഇത് വീട് വീടാന്തരം ഇവർ വിതരണം ചെയ്തു. ഓരോ പ്രവർത്തകന്മാരെയും വ്യക്തമായി ബോധവൽക്കരണം നടത്തി.
വിജയം ഉറപ്പാണെങ്കിൽ പോലും വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കുന്നത് അപകടം വരുത്തും. വോട്ട് ബാങ്കുകൾ ആർക്കും പകുത്തു കൊടുത്തു പോകരുത്. പകുതി കോണിക്കും പകുതി സീലിംഗ് ഫാനിനും എന്ന് പറഞ്ഞ് സ്വന്തക്കാരായി ചമഞ്ഞ് പലരും രംഗത്ത് വരും. പകുതി അരിവാളിനും പകുതി കോണിക്കുമെന്ന് പറഞ്ഞ് വരുന്നവരെ സൗഹൃദപൂർവ്വം തിരിച്ചയക്കുക. പൊന്നാനിൽ സീലിംഗ് ഫാനും മലപ്പുറത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളവും നമ്മെ സഹായിക്കുന്നവരുടേതാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മെ ഉപദ്രവിച്ചവരുടെ ചിഹ്നത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകം നഷ്ടപ്പെടുത്താതെ വിനിയോഗിക്കുക. കുണ്ടൂരിലെ കുഞ്ഞുവിനെ അടക്കം 4ഓളം സുന്നി പ്രവർത്തകരെ കുത്തി മലർത്തിയവർക്കെതിരെ കത്തികൊണ്ട് കുത്തിയവർക്കെതിരെ ചൂണ്ടുവിരൽ കൊണ്ട് മറുപടി കൊടുക്കുക. എന്തെല്ലാമായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും സത്യം വിജയിക്കുക തന്നെ ചെയ്യും. അവിടെയാണ് നമ്മൾ കാണുന്നത്. ഇതിലൊരു കാര്യം അവസാനമായി കൊണ്ട് കൊടുത്തൊരു സർക്കുലർ പ്രസിദ്ധീകരിച്ചത്, അവസാന ഘട്ടത്തിൽ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. സത്യം വന്നു, ഇന്നൽ ബാത്തുല കാന സഹൂക. വളരെ വിനീതമായി ഞങ്ങൾ ചോദിക്കാനുള്ള കാര്യം, സത്യം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് എഴുതി പഠിപ്പിച്ചവർ, പൊന്നാനിയിൽ മലപ്പുറത്തും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞവർ, പരസ്യമായ രാഷ്ട്രീയ രംഗപ്രവേശനം നടത്തിയവരോട് സത്യം വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിജയിച്ചത് സത്യമാണെങ്കിൽ ആ സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. മറ്റൊരു കാര്യം, ഇതിൽ നീണ്ട ഒട്ടേറെ സ്ഥലത്ത് വിശദീകരിച്ചു കൊണ്ടുപോകുന്നു. ഈ പത്രം മുഴുവനും കാന്തപുരത്തിൻ്റെ അഭ്യർത്ഥനയും അനുയായികളുടെ അഭ്യർത്ഥനയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 പ്രമുഖമായ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനുള്ള നിർദ്ദേശമാണ്. മുഖപത്രത്തിൻ്റെ മറ്റൊന്ന്, ഡോക്ടർ രണ്ടത്താണി 72,000 ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന വെണ്ടക്ക അക്ഷരത്തിലാണ്. ഹുസൈൻ രണ്ടത്താണി 72,000 ഭൂരിപക്ഷത്തിന് വിജയിക്കും. എന്നിട്ട് ഹുസൈൻ രണ്ടത്താണി താജുൽ ഉലമയുടെ ആശീർവാദം വാങ്ങുന്നു. താജുൽ ഉലമ എന്ന് പറയുന്നത് സ്വന്തം കൊടുത്ത കിരീടമാണ്, സമൂഹം കൊടുത്തതല്ല, മഹാന്മാർ സമ്മാനിച്ചതല്ല, സ്വമേധയ അവകാശപ്പെട്ടുകൊണ്ട് ചില കറക്ക് കമ്പനി കൊടുത്ത പട്ടം അയാൾ കൊടുത്തിരിക്കുന്നു. അയാളുടെ ആശീർവാദത്തിൽ വാങ്ങാൻ വേണ്ടി ഹുസൈൻ രണ്ടത്താണി രംഗത്ത് വന്നിരിക്കുന്നു. മറ്റൊരു പേജിൽ കാന്തപുരത്തിൻ്റെ ആശീർവാദം വാങ്ങുന്നു. ഈ രണ്ടാളുടെയും ആശീർവാദം വാങ്ങിയാൽ എവിടെ എത്തും എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് പൊന്നാനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഈ അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട് 2 പത്രത്തിലും, ഒന്ന് ഹുസൈൻ രണ്ടത്താണിയുടേതും മറ്റൊന്ന് ഹംസയുടേതും, ഈ പത്രത്തിലും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഉടനീളം കാന്തപുരത്തിൻ്റെയും അവരുടെ ചില നേതാക്കന്മാരുടെയും അഭ്യർത്ഥനകളും വെച്ചുകൊണ്ടാണ് 3 പത്രം ഇവർ വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചരിപ്പിച്ചത്. ഒരു ലഘുലേഖ, തെരഞ്ഞെടുപ്പ് ചില സുന്നി ചിന്തകൾ, ആ ലഘുലേഖ അടിച്ചിറക്കിക്കൊണ്ട് മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി, UDFിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി സകല വീടുകളിലും വിതരണം ചെയ്ത ലഘുലേഖയാണിത്. അങ്ങനെ എത്താവുന്ന മുഴുവൻ മേഖലകളും ഉപയോഗപ്പെടുത്തി അവർ പ്രചരിപ്പിച്ചു. ഈ പത്രം മാത്രമല്ല, ഉള്ളാൾ തങ്ങളുടെ പ്രവചനം. 500 രൂപ കൊടുത്ത ഹുസൈൻ രണ്ടത്താണിക്ക് കൊടുക്കുന്നു, ഡൽഹിക്ക് പോകാനുള്ള ആദ്യത്തെ ടിക്കറ്റ് എടുത്തു കൊടുത്തതാണ്. ഉള്ളാൾ തങ്ങൾ സ്വപ്നം കാണുകയാണ് ഹുസൈൻ രണ്ടത്താണി ജയിക്കും. ഇന്നലെ മലപ്പുറത്ത് വെച്ചുകൊണ്ട് നേതാക്കന്മാർ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണണ്ട, ഇനി നിങ്ങൾ എന്ത് സ്വപ്നം കാണണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിലപ്പുറത്തേക്ക് കാണണ്ട. ഹുസൈൻ രണ്ടത്താണി ജയിക്കും, TK ഹംസ ജയിക്കുമെന്ന് ഒരു പണ്ഡിതൻ, ഒരു സയ്യിദ് സ്വപ്നം കാണുകയാണത്രേ. ആ സ്വപ്നം കണ്ടു. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ സ്വപ്നത്തിന് പുല്ല് വില പോലും ഈ സമൂഹം കൽപ്പിക്കുന്നില്ല. എന്തെല്ലാം സ്വപ്നങ്ങൾ, എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർക്കപ്പെട്ട രൂപത്തിലാണ് ഫലം വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഖലീൽ ബുഖാരി തങ്ങളും സ്വപ്നം കണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സ്വപ്നം കാണലാണ് ഏർപ്പാട്. സ്വപ്നം കണ്ട് പറയാം, ഇന്നാൾ ജയിക്കും, ഇന്നാൾ പരാജയപ്പെടും. അതേപോലെ തന്നെ ഒരു തങ്ങൾ വിളിച്ചു പറയുന്നു, ഹുസൈൻ രണ്ടത്താണി ഒരു വേദിയിലേക്ക് വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ യാ MP. അപ്പോൾ അവർക്കൊക്കെ ഒരു കറാമത്തുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അഥവാ MP ആയ നമ്മുടെ അക്കൗണ്ടിൽ വരവ് വെക്കാലോ എന്ന ധാരണയിൽ ആത്മീയതയെ ചൂഷണം ചെയ്തവർക്ക് പടച്ച തമ്പുരാൻ കൊടുത്ത ശിക്ഷയാണ് പൊന്നാനിയും മലപ്പുറവും.
ആത്മീയപരമായ സ്വലാത്ത് നഗറുകളും മൗലിദിൻ്റെ സദസ്സുകളും മതപ്രഭാഷണ വേദികളിലും മതപ്രബോധനത്തിനും ധാർമ്മികത വളർത്താനും ഉപയോഗപ്പെടുത്തു എന്നല്ലാതെ